ഹായ് ഹലോ എല്ലാവർക്കും മനോസ് വെച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് റോമിലെ കൊളോസിയത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ മനസ്സ് മരവിപ്പിക്കുന്ന കഥകളുമാണ്. ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളിന്ന് രാത്രിയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അതുവരെ നമ്മുടെ ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. നമ്മളവിടെ ലഗേജ് സ്റ്റോർ ചെയ്യാൻ വെച്ചു. അതിനുശേഷം അവരുടെ ചെറിയ കഫറ്റീരിയയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് റോമൻ ഫോറം കാണാനാണ്. നമ്മുടെ കൊളോസിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് റോമൻ ഫോറം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എനിക്ക് തോന്നുന്നു എല്ലാവരും വിർച്വൽ റിയാലിറ്റി വെച്ചിട്ട് കൊളോസിയാണ് കാണുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊരു ഗൈഡഡ് ടൂറാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കൊളോസിയം കണ്ടു. അപ്പോൾ ഇന്ന് റോമൻ ഫോറം കൂടി കണ്ടാലേ മൊത്തത്തിൽ ഇതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. റോമൻ ഫോറത്തിനും ടിക്കറ്റ് എടുക്കണം. നമ്മൾ കൊളോസിയം റോമൻ ഫോറം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ ഫോറം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിറ്റി സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗ് പ്ലേസ് എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഷോപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇത് സ്ട്രിക്ട്ലി പൊളിറ്റിക്സ് ആൻഡ് ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. ഈ കാണുന്ന ആർച്ച് അറിയപ്പെടുന്നത് ആർച്ച് ഓഫ് ടൈറ്റസ് എന്നുള്ള പേരിലാണ്. ടൈറ്റസും അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടി യഹൂദർക്കെതിരായിട്ടുണ്ടായ യുദ്ധത്തിൽ ജയിച്ചു. അതിൻ്റെ സ്മാരകമായിട്ട് പണിതതാണിത്. ഇനി റോമൻ ഫോറം എന്ന് പറയുന്നത് വിശാലമായിട്ട് കാണാനുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ ആർച്ച് ഓഫ് ടൈറ്റസിൻ്റെ അവിടുന്ന് നേരെ റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും നേരെ ഈ മ്യൂസിയം കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് കയറിയതാണ്. ഇവിടെയുള്ളത് പണ്ട് കാലത്ത് റോമക്കാർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളും വസ്തുക്കളും തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. ഇത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ മരിച്ച ഒരാളുടെ സ്കെൽട്ടനാണ്. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകൾക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ടെമ്പിൾ ഓഫ് വീനസ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ്. പുരാതന റോമിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണിത്. കൊളോസിയത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കൊളോസിയത്തിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നീരോടെ ഒരു സ്റ്റാച്ചു ആണ് അത്ര ഉണ്ടായിരുന്നത്. പിന്നീട് 24 ആണുങ്ങളെ കൊണ്ടുവന്നിട്ടാണ് ഈ സ്റ്റാച്ചു അവിടുന്ന് മാറ്റിയിട്ട് സ്ഥാപിച്ചത് വേറൊരു സ്ഥലത്ത്. അപ്പോൾ ആ പ്രതിമ മാറ്റി സ്ഥാപിച്ചതിനടുത്താണ് അന്ന് ഫ്ലേവിയൻ ആംഫി തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റാച്ചു അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊളോസസ് ഓഫ് നീറോ എന്നുള്ള പേരിലാണ്. അതുകൊണ്ടാണ് പിന്നീട് ഈ ഫ്ലേവിയൻ ആംഫി തിയേറ്ററിന് കൊളോസിയം എന്ന പേര് വന്ന എന്നൊരു കഥയാണ് കേൾക്കാൻ സാധിച്ചത്. ചരിത്രവും അതിനോടനുബന്ധിച്ച കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ കൊളോസിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ഗൈഡഡ് ടൂർ എടുത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മൾ നേരത്തെ ഇവിടുത്തെ 1-2 വീഡിയോസൊക്കെ കണ്ടുവന്ന് അതിൻ്റെ ഒരു ഐഡിയയിലാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും അറിയാതെ വരുന്നവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല. കാരണം ഇത് കാണുമ്പോൾ കുറേ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളെന്ന് മാത്രമേ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരു ഗൈഡഡ് ടൂറായിട്ട് തന്നെ വരിക, അല്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വരണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ റോഡുകളിലെ കല്ലുകളൊക്കെ വോൾക്കാനിക് റോക്സ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. ഈ കാണുന്നത് ഫ്രാൻസിസ്കോ അറീന ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ റിങ്ങാണ്. ഇത് ബ്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ഏകദേശം 20 സെൻറ്റിമീറ്റർ തിക്നെസ്സും 50 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 410 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉണ്ട്. ഇതിനകത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കിലെ കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കാലത്തിന് അതീതമായിട്ടുള്ള നിർമ്മിതികൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇന്നലെ പറഞ്ഞല്ലോ കുറേ ദൂരം നടന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാർക്കിലൊക്കെ ഇരുന്ന് ചെറുതായിട്ട് പെയിൻ ബാമൊക്കെ തേച്ചിട്ടാണ് പിന്നീട് ബാക്കി നടത്താൻ തുടങ്ങിയത്. ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. അപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ല നടത്തം തന്നെയായിരുന്നു. ഈ കാണുന്നതൊക്കെ പാലന്റൈൻ ഹില്ലിലുള്ള അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഓരോ നിർമ്മിതികളാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പല കെട്ടിടങ്ങളും ജൂലിയസ് സീസറിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള അഗസ്റ്റസിൻ്റെയും നിർമ്മിതികളാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളും കെട്ടിടങ്ങളൊക്കെ ഒരു കാലത്ത് മണ്ണ് മൂടി കന്നുകാലികളൊക്കെ മേഞ്ഞു നടക്കുന്ന സ്ഥലമായിരുന്നു അത്രേ.
19-ാം നൂറ്റാണ്ടിൽ ആർക്കിയോളജി വകുപ്പ് ഇത് ഏറ്റെടുത്ത് എക്സ്കവേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നിലയിലായത്. ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉള്ളതിൻ്റെ 1/3 ഭാഗം മാത്രമാണത്രേ. ബാക്കിയുള്ളത് ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഈ കാണുന്നതാണ് ഫ്ലേവിയൻ പാലസ്. ഇതുണ്ടാക്കിയിട്ടുള്ളത് നീരോ ചക്രവർത്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് മുകളിലാണ്. ഇവർ തന്നെയാണ് നമ്മുടെ ഫ്ലേവിയൻ ആംഫി തിയേറ്റർ നിർമ്മിച്ചത്, അതായത് ഇന്നുള്ള കൊളോസിയം. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഫ്ലേവിയൻ പാലസിൻ്റെ ഭാഗമായിട്ട് പാലന്റൈൻ ഹില്ലിലുള്ള മറ്റ് നിർമ്മിതികളാണ്. ഈ കാണുന്നതാണ് പാലന്റൈൻ ഹില്ലിലുള്ള അഗസ്റ്റസിൻ്റെ കൊട്ടാരം. അഗസ്റ്റസ് ചക്രവർത്തിയുടെ പ്രാഥമിക താമസ സ്ഥലമായിട്ട് ഈ വീട് കണക്കാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടയാടും അതുപോലെ തന്നെ ഗാർഡൻ ഏരിയയും ഫൗണ്ടൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഓരോ പോർഷൻസും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അത്ര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഈ കാണുന്നതാണ് ഡൊമിഷ്യൻ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം ഉപയോഗിച്ചിരുന്നത് അത്ലറ്റിക് മത്സരങ്ങൾക്കൊക്കെ ആയിരുന്നു. ടൈറ്റസ് ചക്രവർത്തി റോമിലെ ജനങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്റ്റേഡിയമാണ് ഇത്. ഇവിടെ നിറയെ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ മരങ്ങളുണ്ട്. ഇവിടെയുള്ള ഈ സ്റ്റെപ്സ് കയറിയിട്ട് മുകളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മറ്റൊരു ലോകത്തെത്തിയ ഫീലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയണം. കാരണം അത്രത്തോളം ഓറഞ്ച് മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് വീണ്ടും നടത്തം തുടങ്ങിയത്. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോമൻ ഫോർ ആയാലും കൊട്ടാരമായാലും അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റി വരെ കാണാൻ പറ്റും. അതിനിടയ്ക്കാണ് നമ്മൾ ഇവരുടെ മുടി ശ്രദ്ധിച്ചത്. നല്ല വെറൈറ്റി കളറായിരുന്നു എന്തായാലും. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും റോമൻ ഫോറത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. ക്യാപിറ്റോൺ ഹില്ലിൻ്റെ അതുപോലെ തന്നെ പാലന്റൈൻ ഹില്ലിൻ്റെ നടുക്കായിട്ടാണ് റോമൻ ഫോറം സ്ഥിതി ചെയ്യുന്നത്. ഒരു പുരാതന റോമൻ ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നീട് ഈ ക്ഷേത്രം ഒരു ക്രിസ്ത്യൻ ദേവാലയമായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു കഥ എന്ന് പറയുന്നത് വെസ്റ്റൽ വെർജിൻസിനെ കുറിച്ചാണ്. വെസ്റ്റൽ വെർജിൻസ് അഥവാ വെസ്റ്റൽ കന്യകമാർ, ഇവർ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ റോയൽ ഹൗസിൻ്റെ പുത്രിമാരായിട്ടാണ് അത്ര കണക്കാക്കിയിരുന്നത്. ഇവരുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഈ റോമൻ ഫോറത്തിലൊരു കിടാവിളക്ക് പോലൊരു സംഭവമുണ്ട്. അത് കെടാതെ സൂക്ഷിക്കുക, അവിടുത്തെ പൂജ ചെയ്യുക, അവിടേക്കുള്ള വെള്ളം കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പൂജാരിമാരുടെ കാര്യങ്ങളൊക്കെ. ഇവർക്ക് 30 വയസ്സ് വരെയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ 30 വയസ്സിന് ശേഷം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കുക. ഈ 30 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാനും അവരുടെ കന്യകാത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് ഇവർ കൊടുത്തിരുന്നത്. ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ശിക്ഷാരീതികളൊക്കെയാണ് അത്ര ചെയ്തിരുന്നത്. റോമക്കാരുടെ പിന്നെ വിനോദങ്ങളായാലും ശിക്ഷകളായാലും എല്ലാം അതിക്രൂരമാണെന്ന് നമുക്കറിയാലോ. എന്തായാലും ക്രിസ്ത്യാനിറ്റിയുടെ വരവോടെയാണ് ഇത് നിർത്തലാക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ റോമൻ ഫോറത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ കണ്ടതിൻ്റെ നമുക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല നമ്മൾ കാണാത്തതായിട്ടും ഒരുപാട് ബാക്കിയുണ്ടായിരിക്കും. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് നടക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനും റെഡി ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അങ്ങനെ നമ്മൾ റോമൻ ഫോറത്തിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോണിലായാലും ചാർജ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് നമ്മളെ നടത്താൻ ആരംഭിച്ചത്. ഇവിടെ ഇഷ്ടം പോലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ റോഡിലെവിടെ അതിൻ്റെ വേസ്റ്റ് ഒന്നും കാണില്ല. കാരണം അവരുടെ പെറ്റ് പാരൻറ്റിനെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. എന്തായാലും ഇപ്പം നമ്മൾ പോകുന്നത് വത്തിക്കാനിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാരി രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. നമുക്ക് വേണമെങ്കിൽ മെട്രോ വഴിയൊക്കെ വത്തിക്കാൻ സിറ്റിയിലേക്ക് വരാം കേട്ടോ. പക്ഷെ ഞങ്ങൾ നടന്നിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. കൊളോസിയത്തിൻ്റെ അവിടുന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് വത്തിക്കാൻ സിറ്റിയിലേക്കുള്ളത്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് 2-3 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. എന്തായാലും നമ്മൾ നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്.
റോം എന്ന് പറയുന്നത് ശരിക്കും നടന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നടന്നാലേ ആ ഒരു ഫുൾ ഫീല് കിട്ടുള്ളൂ. പിന്നെ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് നടന്നു പോവുക, അതൊരു വേറൊരു ഫീലാണല്ലോ. അത് കാരണം തന്നെയാണ് നടക്കാമെന്ന് വിചാരിച്ചത്. 2-3 ദിവസം മുന്നേ നമ്മൾ ലോകത്തിലെ സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രി ആയിട്ടുള്ള മൊണാക്കോയിലേക്കാണ് പോയത്. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ സ്മോളസ്റ്റ് കൺട്രിയിലേക്കാണ്. വത്തിക്കാൻ സിറ്റിക്ക് ആകെ 108 ഏക്കർ വിസ്തീർണം മാത്രമാണ് ഉള്ളത്. അത്രയും ചെറിയ കൺട്രിയാണ്. അങ്ങനെ നമ്മൾ വത്തിക്കാൻ സിറ്റിയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കരുടെ ആധ്യാത്മിക തലസ്ഥാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെയാണ്. ഇറ്റലിയിലെ റോം എന്ന നഗരത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. അതുകൊണ്ട് തന്നെ ഒരു വൻമതിൽ വെച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ അതിർത്തി വേർതിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാർപ്പാപ്പ തന്നെയാണ് വത്തിക്കാൻ സിറ്റിയുടെ പരമാധികാരി. തീർത്ഥാടകരും ടൂറിസ്റ്റുകളായിട്ട് ദിനം പ്രതി നിരവധി ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഏകദേശം 120 വർഷം എടുത്തിട്ട് പണി പൂർത്തിയാക്കിയ ദേവാലയമാണിത്. കാലത്തെ അതിജീവിക്കുന്ന മാർബിൾ കൊത്തുപണികളും അതുപോലെ തന്നെ വാസ്തുകലയിലെ അത്ഭുതവും ഉള്ളൊരു ദേവാലയമാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് നമുക്കൊന്നും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അന്ന് എന്തോ കാരണം കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ഈ ട്രിപ്പിൽ ബാക്കി എല്ലാത്തിൻ്റെയും ടിക്കറ്റ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വരുന്നത് നമുക്ക് ഡേറ്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ബുക്ക് ചെയ്തില്ല. ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത് മൊത്തത്തിൽ കൊളാവുകയും ചെയ്തു. പിന്നെ എന്തായാലും നമ്മളായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ട്രിപ്പിലും എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയാൽ പോരല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് സമാധാനിച്ചു. പിന്നെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഈ സ്ക്വയറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈൻ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോലെ തന്നെ നിരാശയിലായിരുന്നു ഇവിടെ എത്തിയ ബാക്കി ടൂറിസ്റ്റുകളും. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തൽക്കാലം സമാധാനം കണ്ടെത്തുകയാണ് എല്ലാവരും. പിന്നീട് നമ്മൾ കുറച്ച് നേരം ആ സ്ക്വയറിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ മുറ്റത്ത് വെച്ചാണ് റോമൻ ഭരണകൂടം വിശുദ്ധ പത്രോസിനെ കുരിശിൽ തറച്ച് കൊല ചെയ്തത് എന്നാണ് വിശ്വാസം. ഈ കാണുന്നതാണ് അപ്പോസ്റ്റോളിക് പാലസ്. ഇത് പോപ്പിൻ്റെ ഔദ്യോഗിക വസതിയാണ്. ഇതിൻ്റെ മുകൾ നിലയിലാണ് പോപ്പ് താമസിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ തലവൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓഫീസുകൾ, കാര്യാലയങ്ങൾ, ചാപ്പൽസ്, മ്യൂസിയം, ലൈബ്രറി ഒക്കെ ഉണ്ട്. എല്ലാ സൺഡേ ഉച്ചയ്ക്ക് പോപ്പ് ഇതിലേതെങ്കിലും ഒരു വിൻഡോയിലൂടെ നമ്മളെ അഡ്രസ്സ് ചെയ്യാൻ വരും. ആ വിൻഡോ ഓപ്പൺ ആയിട്ട് ഇതുപോലൊരു റെഡ് ഷോൾ പോലൊരു സംഭവം അതിന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ആ വിൻഡോയിലൂടെയാണ് പോപ്പ് വന്ന് നമ്മളെ അഡ്രസ്സ് ചെയ്യുക. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജനം ഈ സ്ക്വയറിൽ തടിച്ചുകൂടാറുണ്ട്. ഈ കെട്ടിടത്തിന് തൊട്ടപ്പുറത്തായിട്ട് സിസ്റ്റീൻ ചാപ്പലുണ്ട്. അതിലെ പുകക്കൂഴിലൂടെ ഒരു വെളുത്ത പുക വരും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് പുതിയ പോപ്പ് ബസിലിക്കയുടെ മുഖമണ്ഡപത്തിലെത്തി ഇവിടുത്തെ ഈ മട്ടുപ്പാവിൽ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും തിരക്ക് കൂടുന്ന ദിവസം ബുധനാഴ്ചയാണ്. കാരണം അന്നാണ് മാർപ്പാപ്പ ഈ സ്ക്വയറിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുക, അവരെ ആശീർവദിക്കുക. ഇത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. ഇവിടുത്തെ ഈ തൂണൊക്കെ കണ്ടില്ലേ, നല്ല മാർബിളിൽ തീർത്ത ശരിക്കും ഭീമാകാരമായിട്ടുള്ള തൂണുകൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വലുപ്പമുണ്ട് ഈ തൂണുകൾക്ക് എന്ന്. ഇവിടെ മൊത്തത്തിൽ ഇതുപോലത്തെ 284 തൂണുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ബസിലിക്കയുടെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ സ്ക്വയറിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. ഇവിടെ പുറത്ത് ഇതുപോലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന വോളാണ് വത്തിക്കാൻ സിറ്റിനെയും റോമിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് യാത്ര തുടർന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടത് ഇങ്ങനൊരു കാഴ്ചയാണ്, ഒരു പരേഡാണ്. അപ്പം നമ്മൾ അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം പോലുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും മ്യൂസിക്കൽ പരേഡാണ് ഇവിടെ നടക്കുന്നത്. ഇത് മെയ് 10, 11, 12 തീയതികളിലായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയത് 11-ാം തീയതി ആയിരുന്നു.
അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരികയാണ്. തിരിച്ച് ഹോസ്റ്റലിലെത്തി അവിടെ നമ്മുടെ ലഗേജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് മെട്രോ എടുത്ത് നമ്മൾ പോകുന്നത് ബസ് സ്റ്റേഷനിലേക്കാണ്. ഇന്ന് രാത്രി നമ്മുടെ ഉറക്കം ബസ്സിലാണ്. നാളെ രാവിലെ നമ്മൾ വെനീസിലെത്തും. വെനീസിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.